നിങ്ങളുടെ ലക്ഷ്യം വലുതായിരുന്നിരിക്കും, നിങ്ങളത് നേടിയിരിക്കും. പക്ഷെ എൻ്റെ നഷ്ടം അത് നികത്താൻ ഞാൻ തന്നെ മതി. പതിനെട്ട് വർഷം മുമ്പ് എൻ്റെ കഴുത്തില് ഈ മഹാനുഭാവനിട്ട് തന്ന താലിയ. ഇനി ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ടത്. അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് കൊടുക്ക. എൻ്റെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവും. അന്നേ ഇത് വേണമായിരുന്നെങ്കിൽ ഞാനങ്ങ് ഒഴിഞ്ഞു പോവായിരുന്നല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾ പിറക്കുന്നതിന് മുമ്പേ. അവിടെയാണ് നിങ്ങളും ഇവരും എന്നെ ചതിച്ചത്. ഇതാണ് ആൻസി വർഗീസ്. അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അവൾ ഇവിടെ കയറി വന്ന് ഇത്രയും ഷോ കാണിച്ചത്, എൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ചോണ്ട് പോയത്. എന്ത് ധൈര്യത്തിലാണെന്ന് മനസ്സിലായില്ലേ നൂർജഹാന്? ബേബിയൊക്കെ പണ്ടേ പറയുന്നതാണ്. അവളും ഈ KGSുമായിട്ട് പഴയ ബന്ധമാണ്. ആയിക്കോട്ടെ, പഴയ ബന്ധം അവർ പുതുക്കിയാലെന്താ? നമ്മുടേതും പഴയ ബന്ധമാണ്, നമ്മളും അത് പുതുക്കും. അതിൻ്റെ ഇടയ്ക്ക് ബാധ്യതയായിട്ടുള്ളത് 2 കുട്ടികളായിരുന്നു. അതവൾ കൊണ്ടുപോയി. ഇപ്പോ അനന്തിന് സമാധാനമായില്ലേ? ഇനി എന്താ പദ്ധതി? എന്താ പദ്ധതി? മാഡം അത് ബേബി ഇരിക്കുവന്ന്. ഇനിയും ആലോചിക്കുന്നത് എന്തിനാ? എന്താ പദ്ധതി എന്ന് പറ. എന്റെ സിനിമ പൂർത്തിയാക്കണം, അത് ഹിറ്റാക്കണം. എല്ലാത്തിനുള്ള മറുപടി അത് മാത്രമേ ഉള്ളൂ. എന്റെ മുന്നിലിപ്പോ അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് നിന്ന വിജയം ഉറപ്പാ. അത് അവൾക്കും അറിയാം. അനന്തിന്റെ മനസ്സെന്താണെന്ന് ഇപ്പൊ എനിക്ക് കൃത്യമായിട്ടറിയാം. ഈ സിനിമ ഡയറക്റ്റ് ചെയ്യണം, അത് ഹിറ്റാക്കണം. അതിന് എന്റെ സഹായം വേണം, അല്ലേ? സഹായം എന്ന വാക്കെന്തിനാ ഇവിടെ പറയുന്നേ? ഇത് സഹായമാണോ?
നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞു എന്ന് അവള് തന്നെ പ്രഖ്യാപിച്ചില്ലേ? എടുക്ക്. എടുക്കാനെന്താ? ഏയ് എടുക്കാനെന്താ? ഇത് എനിക്കെപ്പോഴാ ഇട്ടുതരുന്നേ? എല്ലാവരും അറിയിച്ച്, ഇൻഡസ്ട്രി മുഴുവനും അറിയിച്ച് ഒരു വിവാഹം. അതിന് ഇപ്പാനന്ദൻ തയ്യാറാണോ? ഉം? സ്വന്തമായിട്ട് തീരുമാനമില്ലാത്ത ആളാണോ അനന്തൻ? നമ്മൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതിന് പന്തളം ബേബിയുടെ അനുഗ്രഹം വേണോ? അതോ സിനിമയ്ക്ക് എന്റെ ഫണ്ട് മാത്രം മതിയോ? രണ്ടും വേണം മാഡം. നോ, ബേബി അല്ല പറയേണ്ടത്, അനന്തനാണ് പറയേണ്ടത്. വിവാഹം തീരുമാനിക്കുവാണെങ്കിൽ നാളെ തന്നെ അത് ചെയ്യണം. മീഡിയ ഇപ്പൊ തന്നെ അറിയിക്കണം. ബേബി, അനന്തൻ ആലോചിക്കട്ടെ, അനന്തൻ തീരുമാനിക്കട്ടെ. ഒരാറ് മാസം സമയം. സിനിമ പൂർത്തിയാക്കിയ ശേഷം എല്ലാവരെയും അറിയിച്ചൊരു വിവാഹം. അപ്പോഴത്തേക്കും കുട്ടികളുടെ കാര്യത്തിനൊരു തീരുമാനമാവുമല്ലോ. നോ, ഒരു കുട്ടികളുടെയും അച്ഛനല്ലാത്ത അനന്തൻ പൂർണ്ണമായും മനസ്സിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചിട്ടാണെങ്കിൽ മാത്രം തീരുമാനം മതി. അനന്ത, അതെ, ബേബി അല്ല അഭിപ്രായം പറയേണ്ടത്. ആൻസി വർഗീസിനെ മനസ്സിൽ നിന്ന് കളയാൻ ഇയാൾക്ക് പറ്റില്ല. അവള് പ്രസവിച്ച കുഞ്ഞുങ്ങളെയും. ഞാൻ അന്നും എടുത്താവളമായിരുന്നു, ഇന്നും. പക്ഷേ അനന്തൻ ഒന്നും ഓർക്കണം. നിങ്ങളെ ചീറ്റ് ചെയ്തത് ആരാണെന്ന് ഇപ്പോഴും നിങ്ങൾ പറഞ്ഞു, അവളുടെ മുമ്പിലും പറഞ്ഞു. അവള് പൂർണ്ണമായിട്ടും നിങ്ങളെ ഉപേക്ഷിച്ചിട്ടല്ലേ പോയത്? അപ്പൊ അനന്തൻ ഉപേക്ഷിച്ചൂടെ? എന്നിട്ട് വാ. നൂറായി, എന്താ വേണ്ടതെന്ന് പറഞ്ഞോ, ഞാൻ എന്തിനും തയ്യാറാ. ഇത് അനന്തൻ നിവർത്തിക്കേടുകൊണ്ട് തരുന്ന മറുപടിയാ. എനിക്ക് അനന്തനെ കൂടെ പൂർണ്ണമായിട്ടും വിശ്വാസം വരണ്ടേ? മാത്രമല്ല, അനന്തന്റെ കുടുംബക്കാരുടെയും കേസ് ഇപ്പോഴും ഇങ്ങനെ മുമ്പിൽ കിടക്കുമല്ലേ? എന്നെ കൂടെ സംശയിച്ച് ഇപ്പൊ പോലീസ് ഇവിടെ കേറി ഇറങ്ങുവാ. വന്നു കേറിയ ആൻസിയും അത് തന്നെയാ പറയുന്നത്. അതുകൊണ്ട് അനന്ത, എനിക്കൊരു തീരുമാനമുണ്ട്. അനന്തന്റെ ഈ സിനിമയ്ക്ക് തൽക്കാലം പണം മുടക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം നാളെ എന്റെ പേരിൽ ഒരു കേസ് അവർ പൊക്കിക്കൊണ്ടുവരും. KGSഉം ആൻസി വർഗീസും. അനന്തിന് ഒരു കണ്ണിയായതുകൊണ്ട് എനിക്ക് എന്റെ കരിയർ നോക്കണ്ടേ അനന്ത?
ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് എന്റെ മുമ്പിലുണ്ട്. അത് അനന്തനും അറിയാം. ചിലതൊക്കെ ഒഴിവാക്കിയിട്ടാ അനന്തന്റെ പ്രോജക്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറായത്. ആൻസി വർഗീസ് വന്ന് സംസാരിച്ചിട്ട് പോയ ഈ നിമിഷം വരെ ബേബി, എന്റെ കയ്യിൽ നിന്ന് 1,50,00,000 രൂപയാ അഡ്വാൻസ് വാങ്ങിയത്. അത് നിങ്ങള് പടം തുടങ്ങുമ്പോ തിരിച്ചു തന്നാ മതി. അനന്തന് എന്റെ ഡേറ്റ് ഓപ്പൺ ആണ്. എപ്പോ ചോദിച്ചാലും ഞാൻ ആ ഡേറ്റ് തരും. പോരെ അനന്ത? നൂർജഹാൻ, ഈ കേസും കാര്യങ്ങളും ഒന്നും നമ്മുടെ സിനിമയ്ക്ക് തടസ്സമായിട്ട് വരില്ല. നമ്മൾ തീരുമാനിച്ച കാര്യത്തിൽ നിന്ന് നൂർജഹാൻ പിന്മാറരുത്. ഇതെന്റെ ഒരു റിക്വസ്റ്റാ. നമ്മൾ പടം അനൗൺസ് ചെയ്ത് ഇൻഡസ്ട്രി മൊത്തം അറിഞ്ഞിരിക്കുക. നൂർജഹാൻ നമ്മൾ ഒരുമിച്ച് പടം ചെയ്യുന്ന കാര്യം. ഇനി അത് ഡ്രോപ്പായാ അതിന്റെ കരിയറിനെ ബാധിക്കില്ലേ? അനന്ത, നമ്മുടെ കരിയർ നമ്മുടെ കയ്യിൽ തന്നെയാണ്. അത് നമ്മൾ തീരുമാനിച്ചാ മതി. ആ താലി എനിക്ക് വേണ്ടി മാത്രം കരുതി വെക്കണം. എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരുന്നോളാം. എന്റെ അനന്ത, അവള് പറഞ്ഞത് മുഴുവൻ അങ്ങോട്ട് സമ്മതിക്കായിരുന്നില്ലേ? എന്നാ പടം നാളെ അങ്ങോട്ട് തുടങ്ങായിരുന്നു. എങ്കിൽ ആൻസി വർഗീസ് അതോടെ ഷെഡി കയറിയനാ. കളഞ്ഞില്ലേ? അമ്മേ, സ്കൂൾ ബസ് അതുവഴി വരില്ലല്ലോ. നല്ല ദൂരമല്ലേ? നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് വരാനായിട്ട് അമ്മ ഒരു ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫൈനൽ എക്സാം വരികയല്ലേ, ഈ വർഷം ഇങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കൂളിനടുത്ത് തന്നെ അമ്മ ഒരു വീട് അന്വേഷിക്കാം. സാറാണ്. ആ സാറേ. അൻസി, ഞാൻ വിളിച്ചതേ KGS ഈവനിങ്സിന്റെ ഒരു ബ്രേക്കിംഗ് ന്യൂസിന്റെ സമയം എന്ന് പറയാനാ. എന്താ സാർ? പറയാം. അതെ, ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഇന്നു മുതൽ ആൻസിയാണ് KGS ഈവനിങ്സ് അവതരിപ്പിക്കാൻ പോകുന്നതെന്ന്. റെഡിയല്ലേ? റെഡിയാണ് സാർ. ഓക്കെ എന്നാ. റെഡി ബബി? നോക്കാം. ഓക്കെ സാർ. നോക്കാം. റോൾ ചെയ്തോ? ശരി. റോളിംഗ് സാർ. KGS ഈവനിങ്സിന്റെ പുതിയൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഇന്ത്യ ഒട്ടുക്കും, പ്രത്യേകിച്ചും കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് കോടനാട് കിണിയും ആൻസി വർഗീസിന്റെ ധീരമായ പോരാട്ടവും. KGS ഈവനിങ്സിലൂടെ പുറത്തു കൊണ്ടുവന്ന പ്രമാദമായ ഈ കേസുകൾ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ദൈനംദിനം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏറെക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമി തട്ടിപ്പ് കേസും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭൂമാഫിയ സംഘങ്ങളും നിരവധി കൊലപാതക പരമ്പരകൾ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ KGS ഈവനിങ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പോരാട്ടത്തിനെല്ലാം ഒരർത്ഥത്തിൽ തുടക്കക്കാരിയായത് ഒരു സ്ത്രീയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും മാതൃകാപരമായി കാണുന്ന ആൻസി വർഗീസിലൂടെ
ഒരു പുതിയ സമൂഹത്തെ തിരുത്താനും പുനർസൃഷ്ടിക്കാനും കഴിയുമെന്ന് KGS ഈവനിങ്സ് വിശ്വസിക്കുന്നു. അതുകൊണ്ട് KGS ഈവനിങ്സിൻ്റെ തുടർന്നുള്ള ചാപ്റ്ററുകളിൽ അവതാരകയായി എനിക്കൊപ്പം വരാൻ പോകുന്നത് ശ്രീമതി ആൻസി വർഗീസാണ്. സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ കരുത്താർജിച്ച ആൻസി വർഗീസിന്റെ വാക്കുകൾക്ക് ഓരോ നിമിഷവും കേരളം കാതോർക്കുകയാണ്. ശ്രീമതി ആൻസി വർഗീസിന് KGS ഈവനിങ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. സർ, പ്രിയപ്പെട്ട എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇതൊരു പുതിയ തുടക്കമാണ്. എൻ്റെ ജീവിതത്തിലെ മറ്റൊരു തുടക്കമൊന്നും മാത്രമല്ല, അനീതിക്കെതിരെ വാളോങ്ങാൻ വാക്കുകളെക്കാട്ടിലും മൂർച്ച KGS ഈവനിങ്സിന്റെ സാരഥിക്കായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം കൽപ്പിച്ചു തന്നിട്ടുള്ള ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് സത്യം മാത്രമേ വിളിച്ചു പറയാൻ പാടുള്ളൂ എന്നും എനിക്കറിയാം. എൻ്റെ മുന്നിൽ ഇപ്പോഴുള്ളത് 2 പ്രധാനപ്പെട്ട കേസുകളാണ്. ഒന്ന്, കോടനാട് കെണി എന്ന പേരിൽ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കേസ്. KGS ഈവനിങ്സിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് കോടനാട് കേസ് ഇപ്പോൾ പുനരന്വേഷിക്കാനായിട്ട് കോടതിയുടെ തീരുമാനം ഉണ്ടായത് തന്നെ. പാലിയേക്കൽ വിൻസെന്റിന്റെയും മരണപ്പെട്ട വിൻസെന്റിന്റെ ഭാര്യ മേഴ്സി വിൻസെന്റിന്റെയും പൂർവ്വകാലത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ദുരൂഹതകളെല്ലാം പുറത്തുകൊണ്ടുവന്ന് ആദിത്യ ഗ്രൂപ്പിന്റെയും അതിന്റെ സാരഥികളായ ചിത്ര ആദിത്യന്റെയും ആദിത്യകൃഷ്ണന്റെയും അനന്തകൃഷ്ണന്റെയും ഉൾപ്പെടെയുള്ളവരുടെ അഴിമതി കഥകൾ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. അതുപോലെ തന്നെ അതേ കേസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ആൻസി വർഗീസിന്റെ വ്യാജ വീഡിയോ കേസ്. അതിന്റെ പുതിയ വഴിത്തിരിവുകളും പുനരന്വേഷണവും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥരായി ചാർജ് എടുത്ത DYSP രാജ്മോഹൻ, CA സിജി ചെറിയാൻ ഈ വ്യാജ വീഡിയോ ആൻസി വർഗീസിന്റെ പേരിൽ കൃത്രിമമായിട്ട് ചമച്ചുണ്ടാക്കിയത് ആരാണെന്ന് അത് കണ്ടെത്താനുള്ള നീക്കങ്ങളിലാണ്. ഈ വീഡിയോ കേസിന്റെ അന്വേഷണത്തിന് തടസ്സം നിന്നിട്ടുള്ള ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ആദ്യം കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന സൈബർ DYSP സനൽകുമാർ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലുകൾ പുറത്തു കൊണ്ടുവരണമെന്ന് KGS ഈവനിങ്സ് ഇവിടെ ആവശ്യപ്പെടുകയാണ്. ആൻസി വർഗീസിനെ സംബന്ധിച്ച് ഇതൊരു 2ാം പോരാട്ടമാണ്. ആൻസി വർഗീസിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചവരാരൊക്കെയാണെങ്കിലും അവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കുന്നത് വരെ KGS ഈവനിങ്സിന്റെ മിഴികൾ തുറന്നിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ആൻസി വർഗീസിന് വേണം. നന്ദി. ഓക്കെ അല്ലേ സർ? ഈ വീഡിയോ കേസിന്റെ അന്വേഷണത്തിന് തടസ്സം നിന്നിട്ടുള്ള ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ആദ്യം കേസ് അന്വേഷിച്ചിരുന്ന സൈബർ DYSP സനൽകുമാർ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലുകൾ പുറത്തു കൊണ്ടുവരണമെന്ന് ഇവിടെ ആവശ്യപ്പെടുകയാണ്. അവളും KGSും കൂടി എത്ര കിടന്ന് ബഹളം വെച്ചാലും ഒരു കാര്യമില്ല. ഇതൊക്കെ ഒരു സസ്പെൻഷനിൽ തീരും. DGPയുടെ ഇരിപ്പ് തന്നെ ഉറപ്പില്ല. അയാളെ വടക്കോട്ട് ചാടിക്കുമെന്നാ ഞാൻ കേട്ടത്. തെളിയിക്കട്ടെ. എന്താ തെളിയിക്കാനുള്ളത്? കുരുത്തക്കേട് കാണിച്ചത് നിങ്ങളുടെ മരുമോനാണെന്നല്ലേ അന്നു തൊട്ടേ പറയുന്നത്. അവന്റെ പെടലിൽ ഇരിക്കട്ടെ. അവയിപ്പോ നിങ്ങളാരും അല്ലല്ലോ. എന്റെ പൊന്ന് ചിത്രേ, രാജ്മോഹനും സിജി ചെറിയാനും എന്റെ ശത്രുക്കളല്ലേ? അവന്മാര് വെറുതെ ഇരിക്കുവോ? അതുകൊണ്ടല്ലേ അവര് നേരെ ഹിമ കളക്ഷൻസ് പോയത്. അപ്പോ നമുക്കറിയാത്ത എന്തോ കുരുക്ക് കിടപ്പുണ്ട്. അന്നേ ഞാനിത് മര്യാദയ്ക്ക് അന്വേഷിച്ചിരുന്നെങ്കിൽ പ്രതിയെ അന്നേ പൊക്കാമായിരുന്നു. നിങ്ങളെ സഹായിക്കാൻ വന്നോണ്ട് നമുക്ക് പണി കിട്ടി. SP ആവാൻ വേണ്ടി മുനമ്പേ വന്ന് നിൽക്കുമ്പോഴാ പണിയായത്. വരണം സാർ, ഇരിക്കേ. ഇരിക്കേ. ഇരിക്കടോ. കുഴപ്പമില്ല സാർ. എടോ, ഇയാളുടെ വീടല്ലേ, ഇരിക്കേ.
ഈ വീട് വെച്ചിട്ട് എത്ര നാളായി? പെണ്ണുമ്പിള്ള ദേവസ്വം ബോർഡിലല്ലേ സാർ ജോലി. ലോൺ എടുത്തു വെച്ച വീടാ. ആ, നമ്മുടെ പല ഉദ്യോഗസ്ഥന്മാരിങ്ങനെയാ. പെണ്ണുമ്പിള്ളമാരുടെ പേരിലാ വീടും കാറും നിലവും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ബിനാമി പേരിലാണല്ലോ വീടും പ്രോപ്പർട്ടിയൊക്കെ. മൂന്നാറിലെ ഒരു 2.5 ഏക്കറുണ്ട് അല്ലേ സാറേ? സാർ അത് വൈഫിന്റെ അനിയത്തിയുടെ ഭർത്താവിന്റെ പേരിലാണെന്നറിയാം. അതെല്ലാം ഞങ്ങൾ അന്വേഷിച്ചു. എന്റെ സനലേ, ആരുടെയൊക്കെ പേരിലാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. സാറേ, എൻ്റെ എവിടെയും ബാങ്ക് അക്കൗണ്ട് നോക്കിയാൽ മതി. വരവ് പോക്ക് എന്താണെന്ന് നോക്കി അറിയാൻ പറ്റുമല്ലോ. മൂത്ത മോളെ കെട്ടിച്ചു വിട്ടു, മോനെ പുറത്തു വിട്ട് പഠിപ്പിച്ചു, അവൻ കല്യാണവും കഴിഞ്ഞു. അവന് വേണ്ടിയെടുത്ത വിദ്യാഭ്യാസ ലോണ് അവസാനം ഞാനാണ് അടച്ചത്. അങ്ങനെയല്ലേ സാർ ഞാൻ കടക്കാരനായത്. ആ, അങ്ങനെ കടക്കാരനാകുമ്പോഴാണ് കൈവിട്ട കളി കളിക്കുന്നത്. പുറം കൈയുണ്ട് എണ്ണാതങ്ങ് വാങ്ങിക്കും. ഈ ആദിത്യ ഗ്രൂപ്പിലെ ചിത്ര എത്ര ലക്ഷം തന്നു? സാറേ, എനിക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല. അതൊക്കെ ഈ മീഡിയക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നു. ശരിയാ, ഈ മീഡിയക്കാർക്കൊക്കെ ഭ്രാന്താണല്ലോ. പക്ഷേ അവളെ അതിബുദ്ധിമതിയാ. സാറും ഒരക്കൗണ്ടിലും ട്രാൻസാക്ഷൻ നടന്ന തെളിവില്ല. നോട്ട് നിരോധനത്തിന് മുമ്പേ ഭയങ്കര ആർമാദിക്കലായിരുന്നു. അത് കഴിഞ്ഞാ പൊള്ളിയത്. എന്നാ പിന്നെ ഇറങ്ങാം.